പോഡ്കാസ്റ്റിൽ തന്നെ നമ്മുടെ നരേന്ദ്രമോദി പറയുന്നു, എന്റെ ശക്തി എന്റെ പേരിലല്ല, മറിച്ച് 1.4 ബില്യൺ ഇന്ത്യക്കാരുടെയും പേരിൽ. അതായത് ഇന്ത്യയിലെ ജനം, ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യയായ ഇന്ത്യ 1.4 ബില്യൺ, അതായത് 140 കോടി ജനം. ആ 140 കോടി ജനത്തിന്റെ പേരിലാണ് എന്റെ ശക്തി എന്ന് അദ്ദേഹം പറയുന്നു. അത് നല്ല കാര്യം. അപ്പൊ ഞാൻ വീണ്ടും യേശുക്രിസ്തുവിനെ പറ്റി ആലോചിക്കുകയാണ്. യേശുക്രിസ്തു, അതായത് ലോകത്തെ ഏറ്റവും വലിയ റിലിജനാണ് ക്രിസ്ത്യാനിറ്റി. 138 കോടി ജനങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ളത്. അതിലെ പല വിഭാഗങ്ങൾ കാണും, പക്ഷെ എല്ലാ വിഭാഗങ്ങളും കൂടി 138 കോടി. അതേ സമയത്ത് ഇന്ത്യയിലെ ഈ 140 കോടി ജനം എന്ന് പറയുന്നത് അതിന്റെ 18% മുസ്ലിംസ് ആണ്, 2% ക്രിസ്ത്യാനികളാണ്, 2.5-3% ക്രിസ്ത്യാനികളാണ്. അങ്ങനെ പല പല ജാതികളായിട്ട് തിരിയും. അപ്പോൾ അവിടെ ഒരു കാരണവശാലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 138 കോടിയുണ്ട് ലോകത്ത് എങ്കിൽ ഹിന്ദു പോപ്പുലേഷൻ 140 കോടിയില്ല, അതിനേക്കാളൊക്കെ വളരെ താഴെയാണ്. അപ്പൊ അത് പറയാൻ വേണ്ടി മാത്രം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ 140 കോടി ജനങ്ങളിലാണ്, 1.4 ബില്യൺ ജനങ്ങളിലാണ്. ശരി, അത് അദ്ദേഹം എപ്പോഴും മനസ്സിൽ ഉൾക്കൊണ്ടാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്കിൽ നമുക്ക് ഗോദ്ര സംഭവത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഗോദ്ര സംഭവം, അതായത് അദ്ദേഹം റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്ന ആളായിരിക്കണമല്ലോ. ശ്രീബുദ്ധനെ പോലെയുള്ള ആളാണെങ്കിൽ അദ്ദേഹം റിലീജിയസ് ഫ്രീഡം കൊടുക്കേണ്ടതാണ്. ആ റിലീജിയസ് ഫ്രീഡത്തെ അഭിനന്ദിക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത്? ഗോദ്ര സംഭവത്തെ പറ്റി നമുക്ക് ആലോചിച്ച് നോക്കാം. 2002 അദ്ദേഹം മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഗോദ്ര സംഭവം ഉണ്ടാകുന്നത്. അത് മുസ്ലിംസിനെതിരായിട്ടുള്ള ഒരു റയട്ട് ആയിരുന്നു. ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന ഹിന്ദുക്കൾ നടത്തിയ ഒരു റയട്ട് ആയിരുന്നു. അപ്പൊ ആ റയട്ടില് എത്ര പേർ മരിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് സംഭവിച്ചു ആ റയട്ടിന് ശേഷം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ റയട്ടിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് നരേന്ദ്രമോദിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി, അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ വിസയ്ക്ക് ശ്രമിച്ചു. പക്ഷെ അമേരിക്ക വിസ നിഷേധിച്ചു. എന്തുകൊണ്ടാണ് അമേരിക്ക നിഷേധിച്ചത്? അമേരിക്കയുടെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയസ് ഫ്രീഡം, ഒരു റിലീജിയസ് ഫ്രീഡം വകുപ്പുണ്ട്. ആ വകുപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ഏത് രാജ്യത്തൊക്കെയാണ് അവരുടെ റിലീജിയസ് ഫ്രീഡം ഹനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വകുപ്പാണത്. ആ വകുപ്പിന്റെ പഠനം അനുസരിച്ച് 2002 ഗോദ്ര സംഭവം ശരിക്ക് ഹിന്ദുക്കൾ മുസ്ലിംസിനെതിരായിട്ട് നടത്തിയ ഒരു റയട്ടായിരുന്നു. അതിനെ ചുക്കാൻ പിടിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ആ വർഷം നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിക്ക് അമേരിക്കയിലേക്കുള്ള വിസ നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു തനി ആവർത്തനം 2023 സംഭവിക്കുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ 2002 അദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നു ഒരു സംസ്ഥാനത്തിന്റെ എങ്കിൽ 2023 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? 2023 ഏപ്രിൽ 28, അതായത് കുക്കികളും മെയ്തികളും, മണിപ്പൂരിലെ കാര്യമാണ് പറയുന്നത്. അവിടെ കുക്കികൾ ആദിവാസികളാണ്, പക്ഷെ അധികവും ക്രിസ്ത്യാനികളാണ്. മെയ്തികൾ അവിടുത്തെ സവർണ ഹിന്ദുക്കളാണ്. അപ്പൊ കുക്കികളും മെയ്തികളും തമ്മിൽ വലിയ സംഘർഷം മണിപ്പൂരിൽ കാലാകാലങ്ങളിൽ, ഒരു പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായ കാലം തൊട്ടേ പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ. അപ്പോൾ മെയ്തികൾക്ക് വേണ്ടത് കുക്കികൾക്കുള്ളതുപോലെ ആദിവാസികൾ, അതായത് ST ട്രൈബൽ എന്നുള്ള ആ പേരാണ്. ആ പേരിന്റെ പേരിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ, തൊഴിൽ റിസർവേഷൻ തൊട്ടുള്ള എല്ലാത്തരം ആനുകൂല്യങ്ങളും മെയ്തികൾക്കും ലഭ്യമാകണം. അപ്പൊ അതുകൊണ്ട് അവരെ കൂടി ഈ റിസർവേഷൻ പട്ടികയിലെ ST വിഭാഗത്തിലേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. ആ ഡിമാൻഡ് കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ അനുവദിച്ചു കൊടുത്തില്ല. കാരണം കുക്കികൾ യഥാർത്ഥ ST, അതായത് ട്രൈബൽസ് ആണ്. അതേസമയത്ത് മെയ്തികൾ സമതലത്തിൽ ജീവിക്കുന്ന സവർണവർഗക്കാരാണ്. അതറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷേ ബിരൻ സിംഗ്, അതായത് ഒരു BJP മുഖ്യമന്ത്രി തന്നെ അവിടെ ഭരണത്തിലെത്തി, മണിപ്പൂരിലെ ഭരണത്തിലെത്തി. അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഡബിൾ എഞ്ചിൻ,
അതായത് കേന്ദ്രത്തിലും BJP, സംസ്ഥാനത്തും BJP, അങ്ങനെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഉണ്ടായപ്പോൾ എല്ലാവരും വിചാരിച്ചു, മേധികൾ വിചാരിച്ചു, ഇപ്പോൾ ഞങ്ങളുടെ ഡിമാൻഡ് നടപ്പാക്കിയെടുക്കുക വളരെ എളുപ്പമാണ്, വളരെ നല്ലതാണ്, ഇതാണ് സമയം, അതിന് ചേരുന്ന സമയം എന്ന് വിചാരിച്ച് അവർ കരുനീക്കങ്ങൾ നടത്താൻ തുടങ്ങി. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം വായിക്കുകയാണെങ്കിൽ, മണിപ്പൂരിന്റെ റയറ്റിന്റെ ഒക്കെ കഥ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈവൻ ബിരേന്ദ്ര സിംഗ് ഗവൺമെന്റിന്റെ പോലീസും പട്ടാളവും ഒക്കെ തന്നെ മെയ്തികളെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടേയിരുന്നു കുക്കികൾക്കെതിരായിട്ട്. അങ്ങനെ ഇരിക്കെ 2023 ഏപ്രിൽ 28 അവിടുത്തെ ഒരു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നു. മെയ്തികൾക്കും ST പദവി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്, അഥവാ അവർക്കും അത് കൊടുക്കാം എന്ന അർത്ഥത്തിലുള്ള ഒരു ഉത്തരവ് വരുന്നു ഹൈക്കോടതിയിൽ നിന്ന്. ഇത് കേട്ടതോടെ, ഏപ്രിൽ 28 ഈ ഉത്തരവ് വരുന്നത്, അതിനെ തുടർന്ന് ഇത് പുറത്തു വന്നതോടെ കുക്കികൾ അക്രമാസക്തരായി. അങ്ങനെയാണ് മെയ് 3 മുതലുള്ള കുക്കി മെയ്തി റയറ്റ്, അതായത് സത്യം പറഞ്ഞാൽ വംശ വെറിയായിരുന്നു അവിടെ. അതായത് 2 തരം ആദിവാസികളും അതുപോലെ തന്നെ സവർണരും തമ്മിലുള്ള ഒരു കലാപമായിരുന്നു അവിടെ ഉണ്ടായത്. ആ കലാപം പക്ഷേ ഇന്ത്യ അറിഞ്ഞതേയില്ല അങ്ങനെ ഒരു കലാപം നടക്കുന്നു എന്നുള്ളത്. പത്രങ്ങളിൽ വരുന്ന വളരെ ശുഷ്കമായ നോളജ് അല്ലാതെ ഇന്റർനെറ്റ് വഴിയോ അങ്ങനെയൊക്കെയുള്ള യാതൊരു തരത്തിലും, കാരണം ഇന്റർനെറ്റൊക്കെ അപ്പോഴേ കട്ട് ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിഞ്ഞു തന്നെ ഇന്റർനെറ്റ് എല്ലാം വിച്ഛേദിച്ചു. അങ്ങനെ മണിപ്പൂരിൽ നടക്കുന്നത് എന്ത് എന്ന് ലോകമോ ഇന്ത്യയിലുള്ളവരോ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ പോലുമോ അറിയാത്ത രീതിയിൽ അത് രഹസ്യമായി സൂക്ഷിച്ചു. എന്തിനാണ് അത് രഹസ്യമായി സൂക്ഷിച്ചത് എന്ന് അപ്പോൾ അധികം താമസിയാതെ തന്നെ, ആ മെയ് മാസം തന്നെ 20 എൻ്റെ ഓർമ്മ, നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഗോദ്ര സംഭവത്തിന് ശേഷം ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിൽ പോകാൻ ശ്രമിച്ചപ്പോൾ വിസ നിഷേധിക്കപ്പെട്ടതുപോലെ മണിപ്പൂർ സംഭവത്തിന് ശേഷം, മണിപ്പൂർ സംഭവം കഴിഞ്ഞ് തീർന്നിട്ടില്ല, അപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ നിരനിരയായി നടക്കുമ്പോൾ അതിൻ്റെ ധ്വനി എന്തെങ്കിലും തരത്തിൽ ഈ അമേരിക്കൻ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം വകുപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വിസ നിഷേധിക്കുമെന്നറിയാമായിരുന്നത് കൊണ്ടാണ് മനഃപൂർവ്വമായിട്ട് ഇന്റർനെറ്റ് എല്ലാം കട്ട് ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ യാത്ര നടത്തിയത്. അമേരിക്കയിൽ പോയി വിസിറ്റൊക്കെ വളരെ സക്സസ്ഫുള്ളായി നടത്തി. തിരിച്ചു വരുന്ന വഴി അദ്ദേഹം ഗൾഫ് കൺട്രീസിൽ ഇറങ്ങി. അവിടെയും ഏതാനും ദിവസങ്ങൾ കഴിച്ച് തിരിച്ച് ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ട് പോലും ഇന്റർനെറ്റ് കണക്ഷൻ ശരിയാക്കുന്നില്ല. പക്ഷെ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുക അപ്പോഴും. ആ കാലഘട്ടത്തിൽ മുഴുവനും മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് പക്ഷെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പൊതുജനം മണിപ്പൂരിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഇരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ആ ഫ്രീഡത്തെ പറ്റി, അതായത് നമ്മുടെ പ്രസ് ഫ്രീഡം, അവർ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ള ആ ഫ്രീഡം, അത് അദ്ദേഹം എന്തുമാത്രം മാനിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്, നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ രണ്ടും കൂട്ടിച്ചേർത്ത് പറയുന്നത്. അപ്പോൾ അവസാനം സുപ്രീം കോടതി ഇടപെട്ടു. എന്തുകൊണ്ടാണ് ഇതുവരെ മണിപ്പൂരില് ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കാത്തത് എന്ന് ചോദിച്ച് സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷമാണ് അവിടെ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതും. അപ്പോഴാണ് നമ്മൾ നഗ്നകളായി കുക്കി വനിതകളെ കൊണ്ടുപോകുന്നത്, അവരെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്, ഇത്തരം കഥകളൊക്കെ നമ്മൾ അറിയുന്നത്. അങ്ങനെ 167 പള്ളികൾ ആ സമയം കൊണ്ട് തന്നെ കത്തിച്ചിരുന്നു. 258 2024 വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് 258 പേർ മരണപ്പെട്ടു. ഇതൊക്കെ സംഭവിച്ച മണിപ്പൂർ ഇൻസിഡൻസ്. പക്ഷെ ആ മണിപ്പൂരില് നമ്മുടെ നരേന്ദ്രമോദി ഇതുവരെ ഒന്നും പോയിട്ടില്ല. അതിനുശേഷവും അദ്ദേഹം അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും സന്ദർശിച്ചു. അദ്ദേഹത്തിന് സൗഹൃദങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടാകുന്നു. പക്ഷേ അദ്ദേഹം ആ മണിപ്പൂര് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. ആരോടുള്ള വിരോധം കൊണ്ടാണ് മണിപ്പൂർ സന്ദർശിക്കാത്തത്? അത് അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല, പുറത്തു വിടുന്നില്ല? അദ്ദേഹം എന്തുകൊണ്ട് പോകുന്നില്ല? ഈ 1.4 ബില്യൺ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഞാൻ. അവരുടെ പേരിലാണ് ഞാൻ ജനാധിപത്യത്തെ ആദരിക്കുന്നത്. എൻ്റെ ശക്തി ഈ 1.4 ബില്യൺ ജനങ്ങളുടെ ശക്തിയാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ മണിപ്പൂരിലെ ജനതയെ അദ്ദേഹം മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാതെ പറഞ്ഞു പോകേണ്ടി വന്നു.